എടപ്പള്ളി ഇഫ്താറിന്ന് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. നല്ല ഒന്നാന്തരം പല്ലി. ഞാനും വൈഫും കൂടെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ മയണൈസിൽ നിന്ന് കിട്ടിയതാണ് ഈ പല്ലിന്. വൈഫ് ഒരു കപ്സയും ഞാൻ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ഈ പല്ലീനെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വെയിറ്ററെ വിളിച്ച് കാര്യം പറഞ്ഞു. വെയിറ്റർ കൊണ്ട് പറയണത് ഉണ്ടാക്കിയവനെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടു എന്ത് നടപടി വന്നാലും സ്വീകരിക്കുന്നതൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരാൾ നമ്മളോട് ചോദിക്കാൻ വന്നില്ല. നമ്മൾ നേരെ നമ്പർ എടുത്ത് ഫുഡ് ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞപ്പം അവർ പറയണത് ഉടനടി ഒരു നടപടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഫോട്ടോയും വീഡിയോ അയച്ചു കൊടുത്താൽ മതി, അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റത്തില്ല എന്നാണ്. പിന്നെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ നമുക്ക് നോക്കാം. ഇതുപോലെ സ്ഥലം വരുന്നത് എടപ്പള്ളിയിലാണ് ഇഫ്താർ. നമസ്കാരം. ഈ ദൃശ്യങ്ങൾ കണ്ടത് ഇടപ്പള്ളിയിലെ ഇഫ്താർ ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുടെ പാത്രത്തിന് സമീപം വെച്ചിരുന്ന മയണൈസിലാണ് ഇത്തരത്തിലൊരു പല്ലിയെ കണ്ടത്. എന്താണ് സംഭവിച്ചത്? വൈക്കം സ്വദേശിയായിട്ടുള്ള ജിഷ്ണുവും ഭാര്യയും കൂടി ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജിഷ്ണു നമ്മുടെ ഒപ്പം ചേരുകയാണ്. ജിഷ്ണു, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ളതിൽ പോയതാണ് അങ്ങോട്ട്. വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ കപ്സ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ്, അവിടുത്തെ പ്രിയപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് കപ്സ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുഴിമന്തി ഓർഡർ ചെയ്തു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരു തീരാറായി കഴിഞ്ഞപ്പോഴത്തേക്കും മയണൈസ് രണ്ടാമത് ചോദിച്ചു. മയണൈസ് കൊണ്ട് തന്നു. മയണൈസ് ഒഴിച്ച് ഞാൻ മുഴുവൻ ഒഴിച്ചില്ല, കുറച്ച് മാത്രം ചിക്കൻ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മതിയായി എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴത്തേക്കും ആ ചെറിയൊരു ബോളിൽ തന്നത്. ആ ബോളിനകത്തൊരു കറുത്ത കളർ പോലെ തോന്നി. അപ്പോൾ എന്നാണെന്നറിയാൻ വേണ്ടി വിരലിട്ട് നോക്കിയപ്പോഴാണ് പല്ലിയെ കിട്ടിയത്. പിന്നെ അപ്പോൾ തന്നെ ഒരാളെ വിളിച്ചു. അപ്പോൾ അവർ വന്നു സംസാരിച്ചു. പിന്നെ വേറെ ആരും അവരുടെ ഭാഗത്ത് നിന്ന് ആരും വന്നില്ല. ഓണർ ആരും ഇല്ല, സപ്ലയർ മാത്രം. പുള്ളി വളരെ നീറ്റായിട്ട് ഡീൽ ചെയ്തു. വേറെ ആരും നമ്മൾ സംസാരിച്ചില്ല. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഫുഡ് സേഫ്റ്റിനെ വിളിച്ചു അവിടെ നിന്ന്. അപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയ നമ്പറിൽ നിന്ന് കണക്ട് ആയത് വേറൊരു സ്ഥലത്തെ നമ്പറിലാണ്. അപ്പോൾ അവർ നമുക്ക് നമ്പർ തന്നിട്ട് ഒരു ലേഡിയുടെ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല, അതിന് ഓരോ സമയമെടുക്കും, എല്ലാവരും പല വഴിക്കായിരിക്കും. ഒരു നമ്പർ കൂടെ തരാം, ആ നമ്പറിലേക്ക് ഫോട്ടോയും വീഡിയോയും അതിൻ്റെ ബില്ലും അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്ത് കൊടുത്തു. പിന്നെ അവിടെ ഇരുന്നില്ല, ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോന്നു. പിന്നെ അവിടെ ഫുഡ് സേഫ്റ്റിന്ന് വിളിക്കുകയെല്ലാം ചെയ്തു? ഇല്ല, ഇതുവരെ ഫുഡ് സേഫ്റ്റിന്നും വേറെ എങ്ങൊന്നും ആരും വിളിച്ചിട്ടില്ല. അത് കഴിച്ച് കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് അത്ര ഇത്. നമ്മളാ ഫുഡ് കഴിച്ചു പോയി. അതിനുശേഷം രാത്രിയിൽ കഴിക്കുമ്പോഴും പിറ്റേസം രാവിലെ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് ചത്ത പല്ലി ഉള്ള സാധനം നമ്മൾ കഴിച്ചല്ലോ എന്നുള്ളൊരു സാധനം തികിട്ട് വരുന്നു. എന്തെങ്കിലും അവിടെ ഒരു അവരുടെ കിച്ചണിലെങ്കിലും കയറി ഈ ഫുഡ് സേഫ്റ്റി ഒന്ന് നോക്കുകയോ അവിടെ ക്ലീൻ ആണെന്ന് അറിഞ്ഞാൽ അത്രയും മതി. അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബില്ല് ഞാൻ പറഞ്ഞ പൈസ എടുത്ത പ്രശ്നമില്ല. നമ്മൾ കഴിച്ചു പോയതല്ലേ, പൈസ എടുക്കുന്ന പറയുമ്പോഴത്തേക്കും സപ്ലയർ അതിൻ്റെ പൈസ വാങ്ങിയിട്ടില്ല, പൈസ വേണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടി ഈ ഹോട്ടലുകാർ ശ്രദ്ധിക്കണം. ഫുഡാണ് കൊടുക്കുന്നത്, അത് വൃത്തിയോടുകൂടി കൊടുക്കുക. ഇത്തരത്തിൽ ഈ പല്ലി കിടന്നതൊക്കെ കണ്ട് കഴിക്കാനിരിക്കുന്നവർക്ക് അവർ പിന്നീട് അങ്ങോട്ടേക്ക് വരികയില്ല. എന്തായാലും കൃത്യമായിട്ട് പരിശോധനകളൊക്കെ നടത്തി നല്ല ഭക്ഷണം നൽകുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇഫ്താർ ഹോട്ടലിൻ്റെ ഉടമ മുനീർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്കിത് കേൾക്കാം. എന്തായിരുന്നു സംഭവിച്ചത്? ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം കാണിച്ചു തരികയാണ് ചെയ്തത്. പക്ഷേ പിന്നെ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഇത് വളരെ സേഫായിട്ടുള്ള സ്ഥലത്താണ് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അവിടെ പല്ലി വീഴാനുള്ള സാധ്യതകളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കും വേണമെങ്കിൽ നോക്കാം. അവിടെ അങ്ങനെ പല്ലികൾ അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ വളരെ ക്ലീനായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ ഇത് ഇങ്ങനെ കണ്ടു എന്നുള്ളത് സത്യമാണ്. അതെന്താ സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കിച്ചണിലോ അല്ലെങ്കിൽ ഈ പിന്നെ ബെയിൻമേരി സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്തോ ഇങ്ങനത്തെ യാതൊരു ഇതുമില്ല. പിന്നെ ഇത് കാണിച്ചു തന്നപ്പോൾ നമ്മൾ ഒന്നാമത് ഞങ്ങളെ ഈ ക്യാമറയുടെ വിഷൻ കിട്ടാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ. ഫുഡ് വെക്കുന്നിടത്തും ക്യാമറ ഒന്നുമില്ല? ഉണ്ട്. അവിടെ ഒന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ നോക്കിയത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ കാണുന്നത് ബെയിൻമേരിയാണ്. ഇത് എപ്പോഴും ഹീറ്റായിരിക്കും. ഒരു നിശ്ചിത ഹീറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് എപ്പോഴും അത് ഉണ്ടാവുക. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഫ്രഷ്നെസ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. മറ്റ് ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും പ്രാണി അങ്ങനത്തെ ഒന്നും വരാനും ചാൻസ് ഇല്ല. എപ്പോഴും ഹീറ്റായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ നല്ല ക്ലീനായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ അത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എങ്ങനെയാണ് ആ പല്ലി അതിനകത്ത് വീണത് എന്ന് മാത്രം വ്യക്തതയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരൻ്റെ ആവശ്യം. മുനീർ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരില്ല, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഹോട്ടലാണ് എന്നാണ്.
കൊച്ചിയിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.